NTPC പരീക്ഷയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് മുന്നേ ഞാൻ ഈ പറയാൻ പോകുന്ന ടോപ്പിക്കുകൾ പക്കയായിട്ട് പഠിച്ച് തീർത്തു എന്ന് ഉറപ്പുവരുത്തണം. അതായത് ഞാനൊരു 40ഓളം വരുന്ന ടോപ്പിക്സിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് പറഞ്ഞുതരാം. ഇത് ചെക്ക് ലിസ്റ്റ് ആയിട്ട് തന്നെ ഇട്ടോ, അതായത് ടിക്കിട്ട് പോയിക്കോ നിങ്ങൾ ഈ ടോപ്പിക്കുകൾ നല്ല പ്രോപ്പർ ആയിട്ടും പക്കയായിട്ടും പഠിച്ച് തീർത്തിട്ടുണ്ട് എന്ന്. നമുക്ക് ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. ഞാൻ പറയാൻ പോകുന്ന 40 ടോപ്പിക്കിൽ നിന്നാണ് ഏകദേശം 90% ചോദ്യങ്ങൾ വരാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ടോപ്പിക്കുകളിലേക്ക് ഒന്ന് കിടക്കാം. സിമ്പിളി നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ് എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു 10ഓളം ടോപ്പിക്കുകളാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക. ഉദാഹരണത്തിന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, അതുപോലെ ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്, സിംപ്ലിഫിക്കേഷൻ, ബോട്ട് മാസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ നമ്പർ സിസ്റ്റത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ആവറേജ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്, മെൻസുറേഷൻ, അത് 2Dയും 3Dയും രണ്ട് ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നിങ്ങൾ മാത്തമാറ്റിക്സിൽ നിന്നും സ്കോർ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ടിക്കറ്റ് തന്നെ പോകണം. അതായത് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞു. പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിക്കോട്ടെ, പെർസെൻറ്റേജ് ആയിക്കോട്ടെ, എത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ അത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും RRB എക്സാമുകൾക്ക് കൃത്യമായിട്ട് തന്നെ ആൻസർ ചെയ്തിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അടുത്തത് റീസണിങ്ങിലേക്ക് കടന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ കോഡിംഗ്, ഡീകോഡിംഗ് വരുന്നുണ്ട്. അത് ലെറ്റർ ബേസ്ഡ് ആയിക്കോട്ടെ, നമ്പർ ബേസ്ഡ് ആയിക്കോട്ടെ, അനലോഗി വരുന്നുണ്ട്, അതുപോലെ തന്നെ സീരീസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, സില്ലോജിസം ഉണ്ട്, ബ്ലഡ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്കൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ വെൻ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ലോജിക്കൽ ഇന്റർപ്രിട്ടേഷനിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡയറക്ഷൻ ബേസ്ഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പിന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, സയൻസ് ഇന്റർചേഞ്ച് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ജനറൽ, അതായത് റീസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് ഇത്രയും ടോപ്പിക്കുകളാണുള്ളത്. അതായത് ഒരു 20ഓളം ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്സും റീസണിങ് ഓൾമോസ്റ്റ് സെറ്റായി. അപ്പോൾ അവസാന ദിവസങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം, നിങ്ങൾ ഒരിക്കലും കാരണവശാലും ചെയ്യരുത് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുടെയോ അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചിട്ടുള്ള നോട്ടുകളെയോ എടുത്ത് മറിച്ച് നോക്കാനോ ഒന്നും ചെയ്യരുത്. നിങ്ങൾ ഈ സാധനം നേരെ ടോപ്പിക് എടുത്ത് ഒരു പേപ്പറിൽ എഴുതി എവിടെയെങ്കിലും ഒട്ടിക്കുക, അതല്ലെങ്കിൽ ഒന്ന് കയ്യിൽ വെച്ചേക്കുക, എന്നിട്ട് ഓരോ ടോപ്പിക്കായിട്ട് എടുക്കുക, അതങ്ങ് പഠിക്കുക, ടിക്കറ്റ് പോവുക, ചെക്ക് ലിസ്റ്റ് ഇട്ട് തന്നെ പോവുക, നിങ്ങൾ അത് കംപ്ലീറ്റ് ആക്കിയെന്ന്. അതാണ് ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗം. അവസാന ദിവസങ്ങളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗ്ഗം അതാണ്. അടുത്തത് ഇനി ഫിസിക്സിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മോഷൻ, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ ബേസ് ചെയ്ത് പ്രോബ്ലംസ് ആയിട്ടും ചോദിക്കാറുണ്ട്. അല്ലാത്ത പക്ഷം എന്താണ് നമുക്ക് ഫാക്ച്വൽ നോളജിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വർക്ക്, പവർ, എനർജി, ഇതിൽ നിന്നും ഇതുപോലെയൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. നമുക്ക് പ്രോബ്ലം ബേസ്ഡ് ചോദിക്കാം. അതല്ല എന്നാണെങ്കിൽ നോർമലി നമ്മുടെ ഫാക്ച്വൽ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹീറ്റ്, ടെമ്പറേച്ചറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ഏത് റെയിൽവേ പരീക്ഷ എടുത്താലും ചോദിച്ചു കാണാറുള്ളത്. പിന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയാം, നമ്മുടെ കെമിസ്ട്രിയിലേക്ക് വന്നു കഴിയുമ്പോൾ കെമിസ്ട്രി നോക്കിയാൽ എന്താ, ആസിഡ്, ബേസ്, സോൾട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, മെറ്റൽസ്, നോൺ മെറ്റൽസ് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, കെമിക്കൽ റിയാക്ഷൻസ്, ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ കഴിഞ്ഞ ഗ്രൂപ്പ് ഡിക്കൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ നമുക്ക് RRBയുടെ NTPC പരീക്ഷയ്ക്കും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ മനസ്സിലാക്കിയിരിക്കുക, ഇതൊക്കെയാണ് നിരന്തരമായിട്ട് RRB ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പഠിക്കാതെ പോയിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ടോപ്പിക്കുകളാണ് ഇതെല്ലാം. പിന്നെ നമ്മുടെ ബയോളജി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബോഡി സിസ്റ്റംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് സബ്ജക്റ്റുകളിൽ നിന്ന് PYക്ക് നല്ലതുപോലെ റിവൈസ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ടെസ്റ്റ് സീരീസ് എടുത്താലും മതി. നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ടെസ്റ്റ് സീരീസിൽ മാക്സിമം PYQs ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സബ്ജക്ട് വൈസ് ടെസ്റ്റ് ആയിക്കോട്ടെ, ഫുൾ മോക്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്നും മാക്സിമം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ധാരണ വരും. ആ ഒരു ധാരണയുടെ പുറത്ത് നിങ്ങൾ ഈ ടോപ്പിക്കൊക്കെ ഒന്ന് വായിച്ച് നോക്കി കഴിയുമ്പോൾ വേണ്ട സാധനം മാത്രം നോക്കി പോകാൻ പറ്റും. അതല്ലാതെ നിങ്ങൾ ഹ്യൂമൻ ബോഡി സിസ്റ്റത്തിന്റെ നോട്ട് എത്ര പേജ് ഉണ്ടാവും, 25 പേജ് ഉണ്ട്, 50 പേജ് ഉണ്ട്, ഇത് മുഴുവൻ വായിച്ചു നോക്കാനുള്ള സമയം ഇപ്പോൾ ഇല്ല. അപ്പൊ നമുക്ക് ഹൈലൈറ്റ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ PYQ പ്രാക്ടീസ് ചെയ്താൽ മതിയാവും, നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും. ഇനി സെൽ ആൻഡ് ടിഷ്യൂസ്, അതുപോലെ തന്നെ ന്യൂട്രീഷൻ, ഡിസീസസ് ആൻഡ് ഇമ്മ്യൂണിറ്റി, ഇതൊക്കെ എന്താണ് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇനിയാണ് നമ്മൾ നമ്മുടെ ജനറൽ അവയർനെസ് അല്ലെങ്കിൽ GK സബ്ജക്റ്റുകളിലേക്ക് കടക്കുന്നത്. അപ്പൊ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഹിസ്റ്ററി അല്ല, പൊളിറ്റി അല്ല, ജോഗ്രഫി അല്ല, കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് എത്ര തറോ ആണോ അത്രയും നിങ്ങൾ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്തിരിക്കും. ഉറപ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ കറണ്ട് അഫയേഴ്സിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താണ് നല്ലൊരു സ്കോറിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ ഒരു ലാസ്റ്റ് 6 to 12 മന്ത്സിലെ കറണ്ട് അഫയർ നിങ്ങൾ നോക്കിയിട്ട് പോയാൽ മതി. അതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സംഭവമാണ് നമ്മുടെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ക്വസ്റ്റ്യൻസ്, അതുപോലെ ഗവൺമെന്റ് സ്കീംസും മിഷൻസ്, അതുപോലെ എന്തെങ്കിലും
ക്യാമ്പയിൻസ് ഒക്കെ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും നോക്കിയിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അപ്പോയിന്റ്മെന്റുകൾ നോക്കിയാൽ മതി. അവാർഡുകളാണെങ്കിൽ ശരി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡുകൾ ഇതിന്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഇനി NTPC എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും നമ്മൾ ഒരുപാട് വീഡിയോസ് ചാനൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനലൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ധാരണ കിട്ടും. നോട്ടൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിടക്കുന്നുണ്ട്. ഇനി പ്രൈം മിനിസ്റ്ററുടെ വിസിറ്റ് അഗെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. PM ഏത് കൺട്രിയിൽ ഏത് സമയത്ത് വിസിറ്റ് ചെയ്തു, അല്ലെങ്കിൽ പുള്ളിക്കാരൻ വിസിറ്റ് ചെയ്തപ്പോൾ എന്തെങ്കിലും ഓണർ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഓണർ അല്ലെങ്കിൽ ഒരു ബഹുമതി ഏത് രാജ്യമാണ് കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സ്പോർട്സിലേക്ക് വന്നു കഴിയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ടൂർണമെന്റുകളിൽ ജയിച്ചിട്ടുള്ള വിന്നേഴ്സ്, ടൂർണമെന്റുകൾ നടന്ന വെന്യൂസ്, ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെഡൽ ജേതാക്കൾ, അങ്ങനെയൊക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സ്പോർട്സിൽ നിന്നൊന്നും മിസ്സാക്കിയിട്ട് പോകരുത്. വെന്യൂ ഒക്കെ കഴിഞ്ഞ ഒരു പരീക്ഷ RRB കുറച്ച് പരീക്ഷകൾ എടുത്തു കഴിഞ്ഞാൽ വെന്യൂ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. വെന്യൂവിന്റെ തന്നെ ബന്ധപ്പെട്ടുള്ള മറ്റു ഫാക്റ്റുകളൊക്കെ ചോദിച്ച എക്സാമുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇമ്പോർട്ടന്റ് ഡേയ്സ് ആൻഡ് തീംസ് നമുക്ക് ഒരിക്കലും മിസ്സാക്കിയിട്ട് പോകാനായിട്ട് പറ്റില്ല. ഡേയ്സ് ആൻഡ് തീംസ് എത്ര തവണ നിങ്ങൾ റിവൈസ് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ റിവൈസ് ചെയ്ത് നോക്കിയിട്ട് പോവുക. അതിനുശേഷമാണ് നമുക്ക് ഇൻഡെക്സുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ റാങ്കിങ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഡറിൽ തന്നെയാണ് ഞാൻ ഈ തന്നിരിക്കുന്ന ടോപ്പിക്സുകളെല്ലാം. മാക്സിമം 6 to 12 months കറണ്ട് അഫെയർ നല്ല പക്കയായിട്ട് പഠിച്ചു. അതിനുശേഷം GK ഏത് സബ്ജക്റ്റും പഠിച്ചാൽ മതി. ഹിസ്റ്ററി ആയിക്കോട്ടെ, പൊളിറ്റി ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ. ഇനി നിങ്ങൾക്ക് അതിനുശേഷം നോക്കാൻ പറ്റുന്ന GK സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എക്കണോമിക്സ് തുടങ്ങാം. എക്കണോമിക്സ് കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് നോക്കി തീർക്കാനായിട്ട്. ചെറിയൊരു കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്കണോമിക്സിലെ ചോദ്യങ്ങൾ അഡ്രസ് ചെയ്യാനായിട്ട് പറ്റും. ഉദാഹരണത്തിന് RBI ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, മോണിറ്ററി പോളിസി ആയിക്കോട്ടെ, അതുപോലെ തന്നെ RBIയുടെ ബേസിക് ആയിട്ട് ഫാക്ച്വൽ ആയിക്കോട്ടെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബഡ്ജറ്റ് ആയിട്ടുള്ള ടേംസ്, റവന്യൂ ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ് തുടങ്ങിയ ടേംസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കിയിട്ട് പോകുക. 5 year പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ 5 year പ്ലാനും പഠിക്കേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 year പ്ലാൻസ് ഏതൊക്കെയാണ് നമ്മുടെ യൂട്യൂബ് വീഡിയോസിൽ നമ്മുടെ ക്ലാസ്സസിലൊക്കെ നിരന്തരമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ 5 year പ്ലാൻസ് മാത്രം നോക്കിയിട്ട് പോവുക. 12 5 year പ്ലാനും അരച്ച് കലക്കി കുടിക്കാനുള്ള സമയം നമുക്കിപ്പോൾ ഇല്ല. അരച്ച് കലക്കി കുടിക്കേണ്ട ആവശ്യവും നമുക്ക് വരുന്നില്ല. ഇനി GDP ആയിട്ട് ബന്ധപ്പെട്ട് GDPയുടെ ടാർഗറ്റ് ആയിക്കോട്ടെ, മറ്റു കാര്യങ്ങളൊക്കെ, ഫോർകാസ്റ്റ് ആയിക്കോട്ടെ, ആ വക കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും പൊളിറ്റി എടുത്തു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഏത് കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്കും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇനി പ്രസിഡന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. പാർലമെന്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലകളാണ്. പൊളിറ്റി എന്ന് നമുക്കറിയാം വലിയൊരു പോർഷനാണ്. അപ്പൊ ഞാൻ അതൊന്ന് ഫിൽട്ടർ ചെയ്ത് പറഞ്ഞു തന്നാണ്. ഏറ്റവും ആദ്യം പ്രയോറിറ്റൈസ് ചെയ്ത് നോക്കേണ്ടത് ഈ ടോപ്പിക്കുകളാണ്. ജോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാംസ്, ലേക്സ്, റിവേഴ്സ്, ഇത് ഏറ്റവും ആദ്യം പ്രയോറിറ്റി കൊടുത്ത് നോക്കുക. അതിനുശേഷം നമ്മുടെ ടൈപ്പ് ഓഫ് സോയിൽ ടൈപ്പ് ഇത് നോക്കാം. അങ്ങനെ ഒരുപാട് ടോപ്പിക്സുകൾ നമുക്ക് നോക്കിയിട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ജനറൽ അവയർനെസ്, കറണ്ട് അഫെയറിന് ശേഷം ഈ ഒരു ഓർഡറിൽ പഠിക്കുക. ഹിസ്റ്ററി ഏറ്റവും ലാസ്റ്റ് സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതും ഏറ്റവും ആദ്യം നമ്മൾ മോഡേൺ ഇന്ത്യ പഠിക്കുക. മോഡേൺ ഇന്ത്യയിൽ തന്നെ നമ്മുടെ ഗാന്ധിയൻ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകൾ പഠിക്കുക. കോൺഗ്രസ് സെഷനുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകൾ പഠിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈലൈറ്റിംഗ് ഫാക്റ്റുകളൊക്കെ പഠിച്ചതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ മാത്രം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും സാധനങ്ങൾ മാക്സിമം റിവൈസ് ചെയ്തിട്ട് പോയിട്ടുണ്ടോ, നിങ്ങൾ സെറ്റാണ്, അടിപൊളിയാണ്. എക്സാം ഹാളിൽ കംപ്ലീറ്റ് കോൺഫിഡൻസോട് കൂടി ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് നല്ല ചിരിച്ച മുഖത്തോടു കൂടി എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ നിങ്ങൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ പലരും ചെയ്യാതിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അവസാന ദിവസങ്ങളിൽ റാങ്ക് ഉറപ്പിക്കാൻ ഏറ്റവും നിർണായകമായ സംഭവം നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ. അതായത് കൃത്യമായിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ എക്സാം ഹാളിൽ പതറിപ്പോവും. നിങ്ങൾ എത്ര തവണ റിവൈസ് ചെയ്തിട്ടുണ്ട്, എത്ര അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്, എത്ര സൂപ്പറായിട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ശരി, അവസാന ദിവസങ്ങളിൽ ഒരു മോക്ക് ടെസ്റ്റെങ്കിലും നിങ്ങൾ ഒരു ദിവസം എടുക്കുക. കൃത്യമായിട്ട് ആ മോക്ക് ടെസ്റ്റിനെ വിലയിരുത്തുക. എനിക്ക് എവിടെ തെറ്റിപ്പോയി, ഏത് പോർഷൻ ഇംപ്രൂവ് ചെയ്യണം എന്ന കൃത്യമായ വിലയിരുത്തലോടുകൂടി പോവുക. ഇപ്പൊ നിങ്ങൾ ഈ ചില ടോപ്പിക്കുകൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ എടുത്ത് അതിന്റെ ആൻസർ കീ വായിച്ചാൽ തന്നെ ഒരു സ്കോർ കിട്ടും, മിനിമം സ്കോർ കിട്ടും. ഞാൻ തമാശ പറയുന്നതല്ല. നിങ്ങൾ ഒന്നും പഠിക്കാത്തവരോടാണ് ചോദിച്ചു നോക്കുക. അതായത് അവർക്ക് ബേസിക് കാര്യം മാത്രം അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ മാത്സ് ബേസിക്കലി സോൾവ് ചെയ്യാൻ അറിയുന്നവരായിരിക്കും, സയൻസ് ഒക്കെ തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല. അവരിങ്ങനെ മോക്ക് ടെസ്റ്റുകൾ എടുത്തോണ്ടേ ഇരിക്കും, അതിന്റെ സൊല്യൂഷൻ വായിക്കും. അപ്പൊ തന്നെ ഒരുപാട് ധാരണകൾ വരും. നമുക്കറിയാവുന്ന പോലെ ക്വസ്റ്റ്യൻസ് ഒരുപാട് റിപ്പീറ്റഡ് ആണ്. ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് പാക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. അപ്പൊ സൂപ്പർ നോട്ട്സിന്റെ ഒരു അടിപൊളി ടെസ്റ്റ് പാക്ക് നമുക്ക് റണ്ണിംഗ് ആണ്. CBT ഗ്രാജുവേറ്റ് ലെവൽ, അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ, CBT 1 and 2 ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു NTPCയുടെ അടിപൊളി ടെസ്റ്റ് പാക്ക് ആണിത്. 250 രൂപ മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടെസ്റ്റ് പാക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ NTPC പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്ത് ഗൈഡൻസ് വേണോ നമ്മുടെ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെന്റർഷിപ്പും ഗൈഡൻസും ഒക്കെ കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ NTPCയുടെ അടുത്ത വർഷത്തേക്കുള്ള ബാച്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ റണ്ണിംഗ് ആയിട്ട് നടക്കുന്നുണ്ട്. നമുക്കിനിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ തന്നെ നിങ്ങളുടെ ബാച്ച് ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് 1 year വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും
നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഒരു ബാച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷ അല്ലെങ്കിൽ CBTയുടെ 1 പരീക്ഷയൊക്കെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരുപാട് ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കറിയാം വളരെ കുറച്ച് സമയമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പൊ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കിട്ടും, നമ്മുടെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ ഒന്ന് കണ്ട് ഒരു നല്ലൊരു സ്കോർ നേടിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്തൊരു NTPC ഒക്കെ വരുമ്പോഴേക്കും നല്ല സെറ്റ് ആവും നിങ്ങൾ, കാരണം മറ്റുള്ളവരെക്കാൾ ഒരുപാട് മുന്നിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി നമുക്കുണ്ട്. ആരും വിചാരിക്കരുത് ഞാൻ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഈ NTPC ഞാൻ വിട്ട് കളയാണ്, അടുത്ത NTPC നോക്കാം. അത് വേണ്ട, എത്രയും നേരത്തെ തുടങ്ങുന്നു അത്രയും നല്ലതാണ്. അപ്പോൾ ഏത് കോഴ്സ് എടുത്താലും നിങ്ങൾക്ക് 1 ഇയർ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം കഴിയുന്ന വരെ വാലിഡിറ്റി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് NTPCയുടെ കോഴ്സായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ടെസ്റ്റ് പാക്ക് ഫ്രീ ആണ്. കൂടാതെ നമ്മുടെ RRB എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ അപ്ഡേറ്റും കാര്യങ്ങളും അറിയണോ, നേരെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ഫോളോ ചെയ്താൽ മതി. നമുക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഫ്രീ ആയിട്ട് എന്നും വൈകുന്നേരം 6 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതിന്റെ നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭ്യമാവുന്നതാണ്. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ കറണ്ട് അഫയേഴ്സിന്റെ നോട്ട്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡെയിലി വൈകുന്നേരമുള്ള 6 മണി ലൈവ് ക്ലാസിന്റെ നോട്ടുകളും ഉണ്ടാവും. അപ്പോൾ ടെലിഗ്രാം ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഒരു ടോപ്പിക് കവർ ചെയ്യുന്ന പോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാഗ്രാം ചാനലുകളിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. NTPC ആരും ടെൻഷൻ ഒന്നും അടിക്കേണ്ട, ഈ ഒരു ചെക്ക് ലിസ്റ്റ് ഒന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയാൽ മതി, സ്കോറിംഗ് ആയിക്കോളും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.